ഒപ്പമുണ്ടെന്ന തോന്നൽ എങ്കിലും ഇവർക്ക് ഈ വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം. അത് സർക്കാർ ആ നിലയ്ക്ക് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ ഓരോ കേസുകൾ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ പയ്യന്നൂർ MLA പറയുന്നുണ്ട്, ഞാൻ കളക്ടറോട് സംസാരിച്ചതാണ്, രാജേഷിൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഫ്രീസറിലുള്ള ആംബുലൻസ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും അത് ഉറപ്പ് നൽകിയിട്ടും അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ സിസ്റ്റം പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് ഉത്തരവാദി ആരാണ്? ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ടോ? അക്കൗണ്ടബിൾ ആണ് എന്നുള്ള തോന്നൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിലൊരു കാര്യം കൂടിയുണ്ട്. അത് ഇന്നലത്തെ ചർച്ച കഴിഞ്ഞപ്പം ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വ്യാപകമായി നടന്നിരിക്കുന്ന ട്രാൻസ്ഫറുകളാണ്. ഈ ട്രാൻസ്ഫറുകൾ ഈ കാര്യങ്ങളെ കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യത്തിൽ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണെന്ന് കൂടി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് ഒരു പ്രശ്നമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ ട്രാൻസ്ഫറുകൾ നടത്തി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങളെല്ലാം ഓർത്തു വച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യും, കൈകാര്യം ചെയ്യും എന്ന് ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇന്നലെ നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേട്ടു. അതായത് എല്ലാം ഞങ്ങൾ ഓർത്തു വെക്കും, പണ്ടത്തെ പോലെയല്ല, ഓർത്തു വെച്ചിട്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താം. ആർക്ക്? KPCC പ്രസിഡന്റിന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അത് ചെയ്യുന്നതിലൊരു അനൗചിത്യമുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്നിപ്പോൾ ഇവർ ഇന്നലെ ഇപ്പോൾ ജോൺ എന്ന കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകൾ ജിജി മാത്രമല്ല, ജിജിയുടെ ആങ്ങളെയും വളരെ കൃത്യമായി എന്താണ് പ്രശ്നങ്ങൾ. അതായത് ജോണിനെ കാണാതായി 8 ദിവസമായി. പക്ഷെ ജോണിൻ്റെ മകൾ വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഈ തീരത്തെ പ്രശ്നം ഇന്നതൊക്കെയാണ്, ഇതിന് ശാശ്വത പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായി കേൾക്കുക തന്നെയല്ലേ വേണ്ടത്? അവർ സ്വാർത്ഥമായി അവരുടെ അച്ഛൻ്റെ കാര്യം മാത്രം പറയാനുമല്ല ഉദ്ദേശിക്കുന്നതെന്ന് ഓർക്കണം. ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് അവരുടെ സ്വാർത്ഥത പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഈ ലീഗ് കോൺഗ്രസ് ഐഡികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ്? അവർ നിലവിളിക്കുക, അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക, അത് ചാനൽ ക്യാമറകളിൽ ഇങ്ങനെ വരിക. ഇതിനപ്പുറത്ത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കൃത്യമായി മുന്നറിയിപ്പുകൾ തന്നില്ലെങ്കിൽ ഇവിടെ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. ഇത്ര നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇന്നതാണ് പ്രശ്നം. വളരെ കൃത്യമായി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറയുമ്പോൾ ഇതിങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ പ്രതികരിക്കണം. അവരുടെ അച്ഛനെ കാണാതായിരിക്കില്ലേ, അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എങ്ങനെയാണ് വിധി എഴുതാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമില്ലേ? അവർ മാത്രമല്ല, അവരുടെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ അച്ഛനെ കാണാതാവുമ്പോൾ അവർ പലതരം മാനസികാവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോവുക. അപ്പോഴും അവർ ഈ പ്രശ്നത്തിൻ്റെ പൊതുവായി അഡ്രസ്സ് ചെയ്യാനും ആ തീരത്ത് നിലനിൽക്കുന്ന ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന തീരദേശ മേഖലയിൽ എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. പലതരത്തിൽ ഈ കാണാതായ കുടുംബങ്ങൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഇന്നിപ്പോൾ ഷിജിലിൻ്റെ ഭാര്യ ഹൃദ്രോഗിയായിട്ടുള്ള മകനെയും കൂടെ കൊണ്ടുവന്ന് വഴിയിലിരുത്തിയിട്ടാണ് മഴയിൽ നനഞ്ഞിട്ട് സമരം ചെയ്യുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ സമരത്തെ നമ്മളൊരു അക്രമ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ അതിന് താഴെ വന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ത് സങ്കടകരമാണ്. കേരളത്തിൽ നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ പയ്യന്നൂർ എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും സംഭവിച്ചു. ഈ കേരളത്തിൽ എല്ലാവർക്കും ബോധ്യമായി. മിനിഞ്ഞാന്ന് ബോധ്യമായില്ലെങ്കിലും ഇന്നിപ്പോൾ K. മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് അവരത് പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. വല്ലാത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് എന്നുള്ളത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് അവരെല്ലാവരും പറയുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തഹസിൽദാർ പറയുന്ന സ്ഥിതി അവിടെയുണ്ട്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. ഈ കൺഫ്യൂഷനാണ്. ഏകോപനത്തിലെ വലിയ കുഴപ്പം ഇവിടെയുണ്ട്. അതെങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ആ ദുരന്ത കാലത്ത് ഏകോപനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഓർക്കണ്ടേ? ചില കാര്യത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന ഇടതുമുന്നണി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ ഒരു ആംബുലൻസ് ഇങ്ങനെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതിന് സ്വകാര്യ ആംബുലൻസുകാർ വലിയ പൈസയൊക്കെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് അങ്കലാപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടും. പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് അവർ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ DYFIക്കാർ വിളിച്ചു കൊടുക്കാനോ ഒക്കെ ഇടപെടും. ആ ഇടപെടൽ എന്തായാലും UDF സർക്കാരിൻ്റെ കാലത്ത്
യു ഡി എഫിൻ്റെ യുവജന സംഘടനകളൊക്കെ അങ്ങനെ അങ്ങ് ഇടപെട്ട് കളയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം വയനാടൊക്കെ നമുക്ക് മുന്നിൽ ഉദാഹരണമായുണ്ട്. വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മുന്നിൽ ഉദാഹരണമായി ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സിസ്റ്റത്തെ നന്നായി ചലിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കണം. അങ്ങനെ അത് നടക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ സിസ്റ്റം നന്നായി ചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. അത് വലിയ സങ്കടകരമായ കാര്യമല്ലേ? ഏറ്റവും എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം ഈ ജോണിൻ്റെ മകളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കടൽ തീരത്തേക്ക് പോയാൽ അറിയാമല്ലോ കുഴപ്പം എന്താണെന്നുള്ളത് എന്ന്. പിണറായി വിജയൻ പോയപ്പോൾ വിഴിഞ്ഞത്ത് പിടിച്ചു നിർത്തിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് പിണറായി വിജയനോട് പ്രതിഷേധിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പോവില്ല എന്നെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റുക? അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കടൽത്തീരത്തേക്ക് ഇനിയില്ല. എങ്ങനെ? അങ്ങനെ പിണറായി വിജയനെ അവിടെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞ് പ്രതിഷേധം അറിയിച്ചെങ്കിൽ അപ്പോൾ ഈ വി ഡി സതീശൻ പിണറായി വിജയനൊപ്പമായിരുന്നോ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നോ? അന്ന് അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? അന്ന് അങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, അതെ തിരുത്തി ഞാൻ ഇങ്ങനെ ഇടപെട്ട് കാണിക്കാം എന്ന് അദ്ദേഹം ചെയ്ത് കാണിക്കണം. അത് ചെയ്യുന്നില്ല. അതിനു പകരം അന്നത്തെ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് സാധ്യമാവുക? അതിപ്പോൾ ഇദ്ദേഹമല്ല കേട്ടോ, LDFൻ്റെ ഒരു സർക്കാർ നാളെ അധികാരത്തിലെത്തുകയാണ്, അതിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇപ്പോൾ അന്ന് പിണറായി വിജയനെ തടഞ്ഞു, പിന്നീട് വി ഡി സതീശൻ അത് പേടിച്ചു പോയില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല എന്നും തീരുമാനിക്കാൻ പാടില്ല. മാത്രമല്ല ഇതിന് അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം വംശീയമായ അധിക്ഷേപമാണ്, അതിനകത്ത് സംശയമില്ല. അതിൻ്റെ തുടർച്ചയായി പിന്നീട് അങ്ങോട്ട് വ്യാപകമായ അധിക്ഷേപം തുടരുകയാണ്. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് ഒരു തരത്തിലും മനസ്സിലാവാത്ത ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മൾ സങ്കടത്തോടെ തിരിച്ചറിയുകയും കൂടിയാണ്. കാരണം ഇത് ആ പറയുന്നതിലും അവർ രാഷ്ട്രീയം മാത്രം കാണുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതന്ന് പിണറായി വിജയനെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു നിർത്തിയപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളിലും ഒരു പരിധിവരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറൊരു രൂപത്തിൽ അത് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന കൂടുതൽ വിസിബിലിറ്റിയുള്ള ഒരു വിഭാഗം, അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ തൽക്കാലം ഗണിക്കാം. അവർക്ക് അനുകൂലമായ ഒരു കാര്യം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഗംഭീരം. ഇപ്പോൾ നമ്മുടെ മധ്യ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്യുന്ന പ്രദേശത്ത് നിന്നുള്ള ആളുകൾ വെള്ളത്തിനടിയിൽ പെടുമ്പോൾ അവരെ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ വന്നാൽ അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ രക്ഷകരും പട്ടാളവും ഒക്കെയാണ്. അവർക്കൊരാവശ്യം വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനെ വംശീയമായി അധിക്ഷേപിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കുഴപ്പമുണ്ടാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പലതരത്തിലുള്ള ഈ കേരളം എന്ന സ്റ്റേറ്റിനകത്ത് പല തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്, പല ജീവിതാവസ്ഥയിലുള്ള ആളുകളുണ്ട്, വല്ലാത്ത സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. താരതമ്യേന മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർ അഗ്രസീവായി തന്നെ അവർ പ്രതികരിക്കും. കാരണം അവർക്ക് നീതി നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞങ്ങളെ അങ്ങനെ എഴുതിത്തള്ളുന്നു മാറി വരുന്ന സർക്കാരുകൾ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നത്. എപ്പോഴും അവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗത്തെ തൊട്ടുകൊണ്ടാണ് എല്ലാ മുന്നറിയിപ്പുകളും ഇവർ കൈകാര്യം ചെയ്യുക. അതായത് കണ്ണൂർ കാറ്റ് വീശുമെന്ന് തോന്നിയാൽ കടലിൽ പോകരുതെന്നുള്ള ഒരൊറ്റ അറിയിപ്പ് കേരളത്തിൽ കൊടുക്കുമെന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ എങ്ങനെയാണ് പോകാതിരിക്കുക? നമുക്ക് കുടുംബം പുലർത്തണ്ടേ? ആവശ്യങ്ങളില്ലേ? അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് കടലിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ കൂടി ആക്യുറേറ്റ് ആക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആരെങ്കിലും കാണാതെ പോയാൽ മത്സ്യത്തൊഴിലാളികളെ സഹകരിപ്പിക്കണം. ആ കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സേനകൾക്കും ഒക്കെ പ്രശ്നമുണ്ട്. കാരണം ഇവരെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു തെരച്ചിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുക തന്നെ ഇല്ല. ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ തീരത്തും തമിഴ്നാടിൻ്റെ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അങ്ങ് ഡിയോഗോ ഗാർഷിയയിൽ വരെ പോയി മീൻ പിടിക്കുന്ന ആളുകളാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവർക്ക് കടലിനെ അത്രയും അറിയാവുന്നവർ കൂടിയാണല്ലോ. അവർക്ക് ഈ സാങ്കേതികമായ സൗകര്യങ്ങളും കപ്പലുകളും അല്ലാത്തതുകൊണ്ടാണല്ലോ വള്ളത്തിൽ പോയി ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതുമൊക്കെ. അപ്പോൾ അവർക്ക് പക്ഷേ കടലറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ കടലറിയാവുന്ന അവരെ കൂടി സഹകരിപ്പിക്കുകയല്ലേ വേണ്ടത്. ആ കാര്യത്തിൽ എല്ലാവരും ഇതായത് കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നങ്ങ് സ്വയം തീരുമാനിച്ച് അവരെ പിന്നെ അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് വേണ്ടത്. 8 ദിവസമായി സനീഷ്. ഇത് അതായത് ഈ പ്രകൃതി ദുരന്തം എന്നുള്ളത് ഇത് ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ബാക്കി തന്നെയാണല്ലോ. അത് ഇവിടെ പത്തനംതിട്ടയിൽ ഉരുൾ പൊട്ടിയപ്പോഴും കുട്ടനാട്ടിൽ അതിനുശേഷം വെള്ളം കയറിയപ്പോഴും ഒക്കെ സംഭവിക്കുന്നതിനും മുമ്പ് സംഭവിച്ചതാണ്.
ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടനാട്ടിൽ വെള്ളം കയറുന്നത്. അപ്പോൾ അതെല്ലാം പതുക്കെ സെറ്റിലായിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നത്തിൽ ഒരു ക്ലോഷർ കിട്ടാതെ ഒരു വലിയ വിഭാഗം ആളുകൾ, ഇങ്ങനെ മത്സ്യമേഖലയിൽ നിന്നുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞ് റോഡിൽ സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ വിളി ഒക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കേൾക്കാനുള്ളത് പേഷ്യൻസോടെ കേട്ടില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി ഇത് തന്നെയാണ്. അതായത് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി വിഴിഞ്ഞം വരെ വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ കൂട്ടാക്കിയില്ല, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇന്നെന്തായാലും CP ജോൺ അവിടെ ചെന്നു, അവരുമായി ചർച്ച നടത്തി. ഈ കാര്യത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചില കമൻറ്റുകൾ തന്നെയാണ് തീർച്ചയായും CP ജോണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ചെറിയ രീതിയിലുള്ള രോഷപ്രകടനമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായി. ഇതൊക്കെയാണെങ്കിലും നമുക്കൊരു തകരാറുണ്ട് എന്നുള്ള തോന്നൽ തന്നെയാണ് അവസാനമായി നമുക്ക് ബാക്കിയാവുന്നത്. അതായത് ഈ വെള്ളപ്പൊക്ക കാലം കഴിയുമ്പോൾ ഇതിപ്പോൾ പ്രളയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംഭവമല്ല, ഒരു പ്രളയമല്ല. അതായത് ക്യാമ്പുകളിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രളയസമാനമായ ദുരന്തങ്ങളോ പ്രളയമോ തന്നെ കണക്കിലെടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ മുഴുവൻ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനങ്ങളെയും ബാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. മറ്റതങ്ങനെ ആയിരുന്നില്ല. സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഈ പറയുന്ന ഹണിമൂൺ പീരീഡിൽ സംഭവിച്ച ഒരു ദുരന്തം, സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡിൽ സംഭവിച്ച 3 മാസം പോലും തികയുന്നതിന് മുമ്പ് സംഭവിച്ച ഒരു ദുരന്തം എന്ന മട്ടിൽ നമുക്കതിനെ തള്ളിക്കളയാനാവില്ല. ഈ സിസ്റ്റത്തെ തിരുത്തും എന്ന് പ്രഖ്യാപിച്ചു വന്നവരാണ്. അതിൻ്റെ ലക്ഷണം കാണിക്കുകയെങ്കിലും വേണം. ഇപ്പോൾ അത് തിരുത്തുമൊന്നും വേണ്ട, പക്ഷേ അതിൻ്റെ ലക്ഷണം കാണിക്കണം. ആ ലക്ഷണം കാണിക്കുന്നില്ല.